എനിക്ക് സ്ത്രീധനത്തിനെ കുറിച്ച് നല്ല മതിപ്പല്ല. മാനസികമായി അടുപ്പമുണ്ട്. അത് അവർ അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ശേഷിയില്ലാത്ത പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് പോകില്ലേ, വിവാഹം നടക്കട്ടെ അവർക്ക്. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അത് വെച്ച് അതിൻ്റെ വീട്ടുകാരെ വെച്ച് ജീവിക്കുക എന്നുള്ള ഒരു മനോഭാവം ഉള്ളവനെ ഈ സ്ത്രീധനം, എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, സ്ത്രീധനം ചോദിച്ചു പോവുള്ളൂ. ക്വാളിറ്റി ഉള്ള ഒരു ഞാൻ ചെയ്ത് സ്ത്രീധനം ഒന്നും വാങ്ങിച്ചുകൊണ്ടല്ല ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് പറയാം, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്താലും ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് പ്രവൃത്തിയും ബന്ധം വേണം. താങ്കളുടെ ആ ചോദ്യത്തിന് ഒരു ജെന്യൂൻ റിപ്ലൈ ഇതാണ്. സ്ത്രീധനത്തിനോട് എനിക്ക് യോജിപ്പില്ല. സ്ത്രീധനം വാങ്ങുന്നതിനോട് നിർധനരായ പെൺകുട്ടിയൊക്കെ കല്യാണം കഴിക്കാനല്ല, പിന്നെ ഈ സ്നേഹിച്ച് പോണ പിള്ളേരുണ്ട്. അതും സത്യാവസ്ഥ അറിയാതെയൊക്കെ പെട്ടുപോണ കുട്ടികൾ ഒരുപാട് ധാരാളം പെൺകുട്ടികളുണ്ട്. അത് വിവാഹ ബന്ധത്തിന് മുമ്പ് രണ്ടുപേരും ഭംഗിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പറയണ മനസ്സിലായി? യെസ്, അത് പറഞ്ഞ മാനസികമായ അടുപ്പം, അതിൻ്റെ സത്യാവസ്ഥ മറക്കാതെ ഈ പുറം ഇത് കണ്ടുള്ള വാക്ക് കിട്ടല്ല, ജെന്യൂൻ ബാഡ്. അതെ പുറമേ കണ്ടുള്ള ഇതേ ഉള്ളൂ. യെസ്, നമ്മൾ കോഡ് ഭാഷയിൽ ലോക്കൽ ഭാഷ തൊലി വെളുപ്പ് കണ്ടുകൊണ്ട് കിട്ടിയിരുന്നു. അതിലൊരു അർത്ഥവുമില്ല. അത് പരസ്പരം മനസ്സിലാക്കി ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ ഒരുപാട് യാതന അനുഭവിക്കേണ്ടി വരും. അതിനൊക്കെ ബിൽഡിങ്ങാണ് ശരി. എന്ത് വന്നാലും നമുക്ക് ഈ സഹിക്കാം, കൂടെ നിൽക്കാം, സഹിക്കാം എന്നുള്ള ആ ഒരു ടെൻഡൻസി മനോഭാവവും ഉള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ ചുമ്മാ മര്യാദയ്ക്ക് കഴിയണ പിള്ളേരെയും വിളിച്ചുകൊണ്ടൊക്കെ കല്യാണങ്ങളും കഴിപ്പിച്ച് അതിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല. എനിക്ക് ഒരു ക്വാളിറ്റി ഉള്ളവനും കൾച്ചർ ഉള്ളവനും ആയിരിക്കണം കെട്ടാൻ നടക്കാൻ.